പത്തനംതിട്ടയിൽ പനി ബാധിച്ച് +1 വിദ്യാർത്ഥിനി മരിച്ചു. 17 വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ്. അത് 6-7 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു, മരണമടഞ്ഞു. ആ കുട്ടിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. കാരണം അമിതമായി മരുന്ന് ഉപയോഗിച്ചോ എന്നൊരു സംശയം. പോലീസ് എന്തായാലും കുട്ടി മൈനറായതുകൊണ്ട് ആ മരണത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നി. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണെന്ന് എനിക്ക് തോന്നുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം പെൺകുട്ടി 3-4 മാസം ഗർഭിണിയാണ്. ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പല മരുന്നുകളും കൊടുത്തത് അതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് കുട്ടിക്ക് പനി ബാധിച്ച് മരിച്ചത് എന്ന് തോന്നുന്നു. സെപ്റ്റിക് ആയോ എന്നും ഒരു സംശയം. സെപ്റ്റോമാനിയ. അത് പോസ്റ്റ്മോർട്ടത്തിൽ 4-5 മാസം കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടെത്തി. ആ 5 മാസം പ്രായമുള്ള അല്ലെങ്കിൽ 4-5 മാസം പ്രായമുള്ള ആ കുട്ടിയുടെ DNA സാമ്പിളും പോസ്റ്റ്മോർട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ സുഹൃത്തായ ഒരു ബോയിയെ സംശയമുണ്ട്. അയാളുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യണം. ആ DNA ആ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെയും ബ്ലഡ് സാമ്പിൾ എടുക്കും, DNA പരിശോധിക്കും. വയറ്റിലുണ്ടായിരുന്ന ആ 4 മാസം പ്രായമുള്ള കുട്ടിയുടെ DNA എടുത്തിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്യുമ്പം അതിന് പ്രതിത്വം ആർക്കാണ് എന്ന് കണ്ടെത്തുമായിരിക്കാം. അതിനുശേഷം നിയമ നടപടി ഉണ്ടാകും. ആരാണ് ഈ കുട്ടിക്ക് അനാവശ്യമായി ഈ മരുന്നുകൾ കൊടുത്തത്? ഗർഭലസിപ്പിക്കാനുള്ള മരുന്നെന്ന് പറഞ്ഞ് പല മരുന്നുകളും പരീക്ഷിച്ചു. അതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് കുട്ടി മരിച്ചതെന്നുള്ളൊരു ഫൈൻഡിങ് ആണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. അത് മൈനറാണ്. ആ കുട്ടിയെ പോക്സോ കേസുകൾ തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. അത് ഡെത്തായിട്ടുണ്ട് മരുന്ന് കൊടുത്ത്. ചിലപ്പം പോക്സോ കേസ് മാത്രമല്ല, അതിനകത്ത് ഒരു മർഡർ കൂടെ അട്രാക്റ്റ് ചെയ്യും സെക്ഷൻ. അതുകൊണ്ട് പോലീസ് വളരെ സൂക്ഷിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം ഇതിനകത്ത് പനി ബാധിച്ചു മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അതിന് കൊടുത്ത മരുന്നുകളൊക്കെ കണ്ടെത്തണം, അത് റിക്കവർ ചെയ്യണം, അതിൻ്റെ സാമ്പിൾ എടുക്കണം, അത് വീണ്ടും പരിശോധനയ്ക്ക് അയക്കണം. മരണകാരണം ഈ മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാണോ, അതോ സെപ്റ്റിക് ആയതാണോ, അത് ക്രിമിനൽ അബോർഷന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പം വെളിവായിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം വെളിയിൽ നമുക്ക് ലഭ്യമല്ല. എന്തായാലും അന്വേഷണം പത്തനംതിട്ട പോലീസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. അവരുടെ സംശയം അത് കൃത്യമായിരുന്നു. കാരണം ആ കുട്ടിക്ക് മരുന്നിൻ്റെ റിയാക്ഷൻ മറ്റല്ല, ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവർ പോസ്റ്റ്മോർട്ടം വേണമെന്ന് കൃത്യമായി പറഞ്ഞത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായി. അത് അന്വേഷണം മറ്റു രീതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ആ കുട്ടിയെ ആ കൊച്ചിൻ്റെ പ്രതിത്വം ആരാണെന്ന് ഇപ്പോഴത്തെ സംശയം അനുസരിച്ച് ഇത് ആ പെൺകുട്ടിയുടെ സുഹൃത്ത് ഒരു ആൺകുട്ടിയാണ്. അയാൾ പ്രായപൂർത്തിയായിരിക്കണം, എന്താണെന്നറിയില്ല. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ.